കൃഷ്ണകുമാറിന്റെ മകളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ നമ്മൾ കേട്ടു. അതിനു മുമ്പ് അവർ ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണ്ടേ? അതിന്റെ വീഡിയോ ഇവിടെ 3 വർഷം മുമ്പ് മറുനാടൻ മലയാളി കൊടുത്ത ഒരു ന്യൂസ് ഞാനത് കാണിക്കാം. ഒരല്പം പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് കാണാം. ജാതീയമായി അധിക്ഷേപിച്ചു എന്നൊരു കേസ് ഇവർക്കെതിരെ കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് കൂടി പറയാം. ജാതീയമായി അധിക്ഷേപിക്കില്ലായിരുന്നു, ഇവർ നല്ലവരായതുകൊണ്ടാണ് സാധിച്ചത്. ഒരുപാട് ആൾക്കാർ തൊഴിലവസരം വേണം എന്നാവശ്യപ്പെട്ട് ഒരുപാട് പേര് നടക്കുന്നുണ്ട്. അവരെ ഒന്നും ഉൾപ്പെടുത്താതെ ഈ ജാതീയതയിൽ താഴെ നിൽക്കുന്നു എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെയുള്ളവരാണ് എന്ന് കാർഡ് അടിച്ച് കൊണ്ട് നടക്കുന്ന വ്യക്തികളെ തന്നെ തെരഞ്ഞെടുത്ത ആ സ്ഥാപനം നിർത്തിയത് അവരുടെ നല്ലൊരു മനസ്സിന്റെ ഒരു കാര്യം കൂടിയാണ് എന്നുള്ളത് നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാം. നമുക്ക് വീഡിയോ ഒന്ന് കാണാം. മനസ്സിൽ ഇടം നേടിയ നടനാണ് കൃഷ്ണകുമാർ. തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടും പാവപ്പെട്ട തീരദേശവാസികൾക്ക് വേണ്ടി ഇപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു കൃഷ്ണകുമാർ. 4 പെൺമക്കളുടെയും പേരിൽ അമ്മ സിന്ധു കൃഷ്ണ ഒരു ചാരിറ്റി സംഘടനയ്ക്ക് തുടക്കമിട്ടിരുന്നു. അഹാദിഷിക, അഹാന, ദിയ, ഇഷാനി, ഹൻസിക എന്നീ 4 പേരുടെയും പേര് സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചാരിറ്റി സംഘടന. ആ സംഘടന സിന്ധുവിൻ്റെയും ഒരു മകൾ ദിയ കൃഷ്ണയുടെയും സ്വപ്നമാണ്. മറ്റു പെൺമക്കളും കൃഷ്ണകുമാറും സഹകരിക്കുന്നു എന്ന് മാത്രം. അവരിങ്ങനെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് കൃഷ്ണകുമാറിനെ തേടി വിനോദ് എന്ന് വിളിക്കുന്ന ഒരു സേവാഭാരതി പ്രവർത്തകൻ എത്തുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വിതുരയ്ക്ക് സമീപം കാട്ടിൽ താമസിക്കുന്ന ഒരു ആദിവാസി ഊരിലെ കഥയായിരുന്നു കൃഷ്ണകുമാറിനോട് ഇദ്ദേഹം പറഞ്ഞത്. അതായത് എല്ലാ സൗകര്യങ്ങളും സർക്കാർ ചെയ്തു കൊടുത്തെങ്കിലും 20 വർഷമായി അവർക്ക് ടോയ്ലറ്റ് സൗകര്യമില്ല. അവരൊക്കെ വെളും പ്രദേശത്ത് കാട്ടിലാണ് ടോയ്ലറ്റിൽ പോകുന്നത്. എന്നാൽ ഇന്ന് മനുഷ്യനേക്കാൾ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ സ്നേഹിക്കുന്നത് മൃഗങ്ങളെ ആയതുകൊണ്ട് അവയുടെ പെരുകൽ, ആധിക്യം മനുഷ്യജീവന് തടസ്സം സൃഷ്ടിക്കുന്നത് പതിവാകുമ്പോൾ ആദിവാസികളുടെ കാര്യം പറയേണ്ടതില്ല. പന്നിയും മ്ലാവും മാത്രമല്ല, കരടിയും പുലിയും വരെ ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു ഇവരുടെയൊക്കെ വീടുകളുടെ പരിസരത്തെ. അങ്ങനെ അവർ സർക്കാരിന്റെ സഹായം നോക്കി കാത്തിരുന്നു. 32 കുടുംബങ്ങളുണ്ട്. പക്ഷെ അവർക്കാർക്കും ഒരു ടോയ്ലറ്റ് പണിയാൻ സാധിച്ചില്ല. വിനോദ് എന്ന സേവാഭാരതി പ്രവർത്തകൻ ഇക്കാര്യം കൃഷ്ണകുമാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു തന്നെ പറഞ്ഞു, നമുക്ക് മക്കളുടെ ഈ ചാരിറ്റി സംഘടനയിലൂടെ ചെയ്യാമെന്ന്. അങ്ങനെ ഈ കുട്ടികളുടെ ചാരിറ്റി സംഘടനയും മോഹൻജി എന്നൊരാൾ നടത്തുന്ന അമ്മു കെയർ എന്ന ചാരിറ്റി സംഘടനയും ചേർന്ന് 9 ടോയ്ലറ്റുകൾ ഈ ആദിവാസി ഭൂമികയിൽ തീർത്തു. അവിടെ സർക്കാർ പോലും ചെയ്തു കൊടുക്കാത്തൊരു കാര്യമാണ് ഈ കുടുംബത്തിലെ ഈ കൃഷ്ണകുമാറിന്റെ ഭാര്യ അവർ ചെയ്തത്. അവർ ചാരിറ്റി സംഘടന രൂപീകരിക്കുകയും അവര് തൻ്റെ മക്കളെ കൂടെ ചേർത്തും കൊണ്ട് തന്നിൽ നിന്ന് കിട്ടുന്ന വരുമാനം അവർക്ക് സമ്പാദിക്കാതെ ഈ പാവങ്ങൾക്ക് ബാത്റൂം, കക്കൂസ് തുടങ്ങിയ കാര്യങ്ങൾ കെട്ടിക്കൊടുക്കുകയും തുടങ്ങിയ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ? അങ്ങനെയുള്ള താഴ്ന്ന ആൾക്കാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വരുമാനം കിട്ടണം, അവരുടെ ഇൻകം അവർക്ക് കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ലേ ഈ ജാതി സർട്ടിഫിക്കറ്റ് കാണിച്ച ഈ 3 പേര് ആ കടയിൽ വന്നതിന് കാരണം. ഇവരെ പോലുള്ളവരാണ് മറ്റുള്ള താഴ്ന്ന നിലയിൽ കിടക്കുന്ന ആൾക്കാർക്ക് മേൽഗതി ഉള്ളവരുടെ ഗുണം ലഭിക്കാത്തതിന് പിന്നിലും ഇത്തരം ആൾക്കാരുടെ ഒരു പ്രവർത്തനം കൊണ്ടാണെന്ന് മനസ്സിലാക്കണം. നിങ്ങൾ നല്ല രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അതിമോഹങ്ങളെ നിർത്തി അവനവന് പറ്റുന്ന ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക.